വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ള അലുക്കുലുക്ക് പണികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലയും അതേപോലെ തന്നെ കുറച്ച് വേറെ പച്ചക്കറി സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ആ വഴിക്ക് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ തോരൻ വയ്ക്കാൻ ഞാൻ എന്താണെന്നറിയോ, ഒരു ക്യാബേജ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ് മേടിച്ചത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുറച്ച് കടല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് അത് മേടിച്ചത് കേട്ടോ. അപ്പോൾ നാളെ ഏട്ടന് പണിയുണ്ട്. അപ്പോൾ സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കേടുവന്ന് പോവില്ല. അത് വിചാരിച്ചിട്ട് കുറേശ്ശെ കേട്ടോ മേടിച്ചുള്ളൂ. അല്ലെങ്കിൽ മാവേലി പോയ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരികയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാ സ്ഥാനത്തും ഒന്ന് കൊണ്ടുപോയി വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി, അതേപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ഐറ്റങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇപ്പോൾ എലിസാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇറങ്ങാറില്ല കേട്ടോ. ആള് ലീവിൽ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും വെച്ചോടത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ കടല വെള്ളത്തിലിടാലോ എന്ന് വിചാരിച്ചിട്ട് കടല എടുത്തതാണ് കേട്ടോ. നോക്കുമ്പോൾ ഉണ്ട് കേട്ടോ നിറച്ച് കല്ലും കട്ടേട്ടോ. പിന്നെ അതെല്ലാം പെറുക്കി ഓരോന്ന് എടുത്ത് മാറ്റി. പിന്നെ അതിൽ കവറിലുള്ളതും കുറേയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ ഒന്ന് കഴുകിട്ടോ, നന്നായിട്ട് കഴുകി എടുത്തു കേട്ടോ. 2-3-4-5 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രാവിലേക്കാണല്ലോ. അപ്പം രാവിലേക്ക് എന്തായാലും നന്നായിട്ട് അതൊന്ന് കുതിർന്ന് വരുമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ കുട്ടീനെ കുളിപ്പിക്കല് ഇനിയിപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് മറന്നു പോലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന പടിയേനെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. പിന്നെ അമ്മ അതാ വിറകൊക്കെ വെട്ടിയിട്ട് കുറേശ്ശെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുക്കറൊക്കെ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. കുറേ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3-4 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതിൽ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ വാഷറിൽ. അതൊക്കെ ഒന്ന് എണ്ണ തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകം ഷോപ്പിൽ നിന്ന്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കുക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അത് തിളപ്പിക്കുമ്പോഴത്തേനും കുറച്ചധികം വെള്ളമൊക്കെ പുറത്തു കൂടെ പോയിട്ടൊക്കെ ഒന്നും വേവിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് ഞാൻ കൊടുത്തതിന് ശേഷം കുറേ ദിവസമായിട്ടോ പുതിയത് പറഞ്ഞാൽ മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നടക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ മുന്നേ ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, കഴിഞ്ഞ ദിവസം ഏതായാലും മണ്ണാർക്കാട് പോയപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, അപ്പോൾ കുറച്ച് സാധനം മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. നോക്കുമ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചപ്പോഴത്തേനും അധിക സാധനങ്ങളൊന്നും മേടിക്കാൻ ക്യാഷ് തഴഞ്ഞില്ല കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം എണ്ണ പുരട്ടി എല്ലാം കഴുകി റെഡിയാക്കി വന്നപ്പോഴത്തേനും അമ്മതാ കുളിയൊക്കെ കഴിഞ്ഞു. വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞാനെന്ത് വിചാരിച്ചു എന്നറിയാം, ഇനിയിപ്പോൾ ചായ വൈകുന്നേരം ഞാൻ വരുമ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നേരത്തെ വന്നു കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നപ്പോഴത്തേനും എന്ത് ചെയ്യുന്ന പറയുക, അതിനിടയ്ക്ക് മഴയൊന്ന് ചാറിയിട്ടോ. അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ജോലി ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാം, ഞാൻ പിന്നെ വേഗം ഈ പണികളൊക്കെ വേഗം ഒരുക്കി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചായ വേഗം വെച്ചു കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു കടി വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ചായ അങ്ങോട്ട് ഇറങ്ങില്ല. ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് ചായ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര കുടിച്ചാലും ഇവിടെ കേട്ടോ ചായക്ക് എന്താ പറയുക, ഒരു മടുപ്പേ ഇല്ല കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. ചായ പറഞ്ഞ പ്രാന്താണ്, ഒരുമാതിരി പ്രാന്ത് പറഞ്ഞിട്ടില്ലേ. ചെറിയ പ്രാന്തൊന്നുമല്ല കേട്ടോ, വലിയ പ്രാന്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ചായക്ക് കടി എന്ന് പറയുന്നത് നമ്മുടെ വെത്തൽ പോലത്തെ ഉണ്ടായിരുന്നില്ലേ, പൂള വെത്തൽ നീളത്തിൽ എരിഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അമ്മ ഇതാ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പോച്ചലാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ ഇല്ല, കുഞ്ഞാറ്റ രാവിലെ പോയതാണ് കേട്ടോ, വീട്ടിൽ പോയതാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ, വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ചായ വെച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അമ്മ പിന്നെ ചായ കുടിക്കാൻ വരിക. അമ്മ പറഞ്ഞു എനിക്കിത് വേണ്ട പറഞ്ഞു കേട്ടോ. കാരണം അതിൽ ഉപ്പ് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മയ്ക്ക് BP പ്രശ്നം ഉണ്ടാവുകൊണ്ട് അപ്പോൾ ഇതിക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. പിന്നെ ഉണ്ട് പോപ്കോൺ കൊണ്ടുവന്ന് വെച്ചിരിക്കണു, അതുണ്ട് കൊണ്ടുവരുന്നു കേട്ടോ. നോക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ, അതെനിക്ക് പിടിച്ചില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരം എണ്ണയൊക്കെ പുരട്ടി വെച്ചു. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, കുക്കറൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി മാറ്റി വെച്ചു കേട്ടോ. കാരണം ഇനിയിപ്പോൾ നാളെ രാവിലേക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയി, മോർണിംഗ് ടൈമായി, ഞങ്ങൾ രാവിലെ എണീച്ചു. ഇനിയിപ്പോൾ കടലക്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുഞ്ഞാറ്റ എണീറ്റ് വന്നിട്ട് ഇതാ എൻ്റെ പുറകെ ഓരോ പണികൾ എടുക്കാനും ബഹളം വെക്കാനും പല്ല് തേക്കാൻ പറഞ്ഞിട്ട് കുറേ നേരം ഞാൻ അവളെ ഉന്തിത്തള്ളി വിട്ടു കേട്ടോ. പോയേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കറി വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ, ഇതെല്ലാം ഒന്ന് അടുപ്പത്ത് കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് പല്ല് ഏൽപ്പിച്ച് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആളെ വിട്ടപ്പോൾ ആൾ പല്ല് വയ്ക്കുന്നതില്ല, ഞാൻ വരണമെന്നും പറഞ്ഞ് പിടിവാശി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കടലയൊക്കെ കഴുകി എല്ലാം അതിലേക്ക് വേണ്ട ഒരു സവോള, തക്കാളി അങ്ങനെയുള്ളതെല്ലാം ആഡ് ചെയ്തു. പിന്നെ
ആവശ്യത്തിന് ഉപ്പും മസാലകളൊക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് വെക്കാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ചായയും കൂടി വെച്ചതിന് ശേഷമുള്ളത് അടുപ്പത്ത് കയറ്റിയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മുമ്പ് എല്ലാ സാധനങ്ങളും ഒക്കെ ആക്കിയിട്ട് നമ്മളതാണ്ട് അടച്ച് റെഡിയാക്കി വെച്ച് പിന്നെ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ചായയും വെച്ച് ഇറക്കിയതിന് ശേഷം കുഞ്ഞാറ്റയ്ക്ക് പല്ലൊക്കെ തേപ്പിച്ചു കൊടുത്തു കേട്ടോ. പല്ല് വെച്ചിട്ട് ഇതൊക്കെ ഉടുപ്പൊക്കെ നനച്ചു എന്നും പറഞ്ഞും കൊണ്ട് അതൊക്കെ ഊരിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനിതാ കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോഴത്തേനും ഏട്ടൻ പറഞ്ഞു എന്നാൽ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ കുട്ടീനെ റെഡിയാക്കി നിർത്തി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളതാ പോയി. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും രാശേട്ടൻ വന്നിട്ട് അവളെ കൊണ്ടുപോയി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചോറ് പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റിട്ടോ. പിന്നെ ഒരുപാട് അതിന് മേലെ വെച്ചതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികമാവും ചെയ്യും. പിന്നെ അത് കളയേണ്ടി വരില്ല പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ചില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുക. പിന്നെ രാവിലെ നൂലിപ്പുട്ടായിരുന്നു കേട്ടോ ചായക്ക് കടി. അപ്പോൾ അങ്ങനെ നൂലിപ്പുട്ടും കഴിച്ചിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് അവള് ഒരുക്കി വിട്ടതിന് ശേഷം ഞാനങ്ങനെ അലക്കാൻ ഇറങ്ങിട്ടോ. ഒരുപാട് അലക്കാണ്ടായിരുന്നു പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തലേ ദിവസം അലക്കിയിട്ട കുറച്ച് തുണികളൊക്കെ ഞാൻ ആദ്യം വെയിലത്തിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അലക്കൽ കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഒരു തല തൊട്ട് ഒരു തല വരെ ഇതൊക്കെ ഫുള്ള് ഞാൻ അലക്കിയിട്ട ഡ്രസ്സുകളാണ് കേട്ടോ. ഇതാണ്ടോ അടുക്കളയുടെ ഈ സൈഡിൽ തോടിൻ്റെ ആ സൈഡൊക്കെ ഫുള്ള് വിരിച്ചിട്ടു കേട്ടോ. വെയിലുള്ളപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ പറഞ്ഞിട്ടേ. എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു കേട്ടോ. ഒന്ന് രാവിലെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്നറിയോ, ഒന്ന് പോയി ഉറങ്ങിട്ടോ. അതിന് ശേഷം വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ 4 മണി 5 മണിയാവാറായി കേട്ടോ. കുട്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതാ ചായ വെക്കാം കേട്ടോ. എനിക്കും അമ്മയ്ക്കും മാത്രം മതിയല്ലോ ചായ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചു. അമ്മ പിന്നെ വിറകിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിറകിന് പോയിട്ട് വന്നിട്ട് ഇതാ അമ്മ ചായയൊക്കെ വേണം പറഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ, വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ ചായയൊക്കെ വെച്ച് ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിട്ട് ഞാനും അമ്മയും കൂടി ചായ കുടിക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇന്നലത്തെ എൻ്റെ ബാക്കി വെത്തലുണ്ടായിരുന്നില്ലേ, അതും കൂട്ടിയിട്ടാട്ടോ ഞാൻ ചായക്ക് അടിക്കണത്. പിന്നെ അമ്മ റസ്ക് ഉണ്ടായിരുന്നു, റസ്ക് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ അമ്മ റസ്ക് 2-3 ബാലൻസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അമ്മ നൊസ്റ്റാൾജിയൊക്കെ ഇറക്കിയിട്ട് ഇതാ അങ്ങനെ ആലോചിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പരിപാടികളൊക്കെ ഇനിയും കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. പണിയുണ്ട് നമുക്ക്, പണി പിന്നാലെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരണം, മുറ്റടിക്കണം, അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികൾ കേട്ടോ. ചോറ് വെക്കണം, ചോറ് കുറച്ച് വെക്കേണ്ടുള്ളൂ. അപ്പോൾ നാഴിയേരി അടുപ്പത്തിട്ട് ഇപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിപ്പോയാലോ എന്ന് വിചാരിച്ചും കൊണ്ടേ. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും വെക്കാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചായ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടിച്ചു വാരി ഉള്ളൊക്കെ ഫുള്ള് അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അടിച്ചു വാരി തന്നെ. പിന്നെ നമ്മളിങ്ങനെ നടക്കണോണ്ട് നമ്മളിങ്ങനെ മെറ്റൽ വാങ്ങിയിട്ട് ഇങ്ങനെ മട്ടിയിട്ടത് കൊണ്ടേ, അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ മണലൊക്കെ ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ എത്ര അടിച്ചാലും നമുക്ക് വൃത്തി തോന്നുകയില്ല. അപ്പോൾ വൈകുന്നേരം ഒന്നും കൂടി ഇനി വിളക്കുളത്തുമ്പോഴത്തേനും ഒന്നും കൂടി അടിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മുറ്റടിക്കാനുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി മുറ്റടിക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉള്ളടിച്ചു വാരി, അതുപോലെ ഹാളും അടുക്കള എല്ലാം അടിച്ചു വാരി കഴിഞ്ഞു. പിന്നെ ഇതാ ഇനിയിപ്പോൾ മുറ്റടിക്കാനെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല കേട്ടോ, നല്ല അധികം മുറ്റുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൽ മുറ്റം അധികമല്ല ഉമ്മർത്ത്. പക്ഷെ കനാല് സൈഡ് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ. അതുപോലെ 2 സൈഡ് വഴി, ഇതിനിയൊരു 3 അടി വഴിയുണ്ട്, അതുപോലെ ഒരു 6 അടി വഴിയുണ്ട് കേട്ടോ. കാരണം മേലെ റോഡ് വരെ നമുക്ക് അടിച്ചു വാരാനുള്ളതാണ്. അമ്മ എന്നിട്ട് പറയുകയും ചെയ്തിട്ട് നീ ഇനിയിപ്പോൾ ആ റോഡ് വരെയൊന്നും പോകണ്ട, ഇവിടെ മാത്രം ഒന്ന് തോണ്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ വഴിയാണ്, താഴത്തെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അത് ഒക്കെ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അവിടെ താഴത്ത് ഇതായി കാണുന്ന നമ്മുടെ ഇതാണ്ടോ ചെമ്പരത്തി പൂത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ വീണിട്ട് എപ്പോഴും ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയത് വരുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ഓപ്ഷനൊക്കെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ വീഡിയോസാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പിന്നെ കമൻസ് അയക്കുന്നവർ, നിങ്ങളുടെ സ്നേഹം കമൻസ് ആയിട്ട് നമുക്ക് അയക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുവരെ എത്തിയതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.